പൊങ്കാലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. വിമൻ വെൽഫെയർ സർവീസസ് കാനൂർ ഫൊറോന വാർഷികം സംഘടിപ്പിച്ചു. കൊറ്റമം സെന്റ് ജോസഫ് ചർച്ചിൽ നടന്ന ആഘോഷത്തിൽ ഉന്നത വിജയം നേടിയവർക്ക് സമ്മാനങ്ങൾ നൽകി. ഫൊറോന ഡയറക്ടർ ഫാദർ ജോയ് കണ്ണമ്പുഴ അധ്യക്ഷത വഹിച്ചു. വളരെ സുശക്തമായ ഒരു സംഘടനയാണ് വിമൻ വെൽഫെയർ സർവീസസ്. അത് അതിരൂപതാ തലത്തിലും ഫൊറോന തലത്തിലും ഇടവക തലത്തിലും ഒക്കെ നമ്മൾ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഇടവകയുടെ ഭാവി നല്ലൊരളവ് വരെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് കുടുംബനാഥന്മാരെ. ആ കുടുംബനാഥന്മാരുടെ പ്രസ്ഥാനമായതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥതയോടും അതിലേറെ ശുഷ്കാന്തിയോടും കൂടി എല്ലാവരും പ്രവർത്തന സജ്ജമാകുന്നതുകൊണ്ട് നമ്മുടെ ഇടവക സമൂഹമൊക്കെ വളരെ ഊഷ്മളമാണ്. അതിരൂപത ഡയറക്ടർ ഫാദർ പോൾ ചെറുപള്ളി ഉദ്ഘാടനം ചെയ്തു. ഇന്നും വീടുകളിൽ പ്രായമായവർ ഒറ്റപ്പെടുന്നവരൊക്കെ ഉണ്ട് അല്ലേ? നമുക്കറിയാം. അവരെയൊക്കെ വർഷത്തിലൊരിക്കൽ നമ്മൾ പള്ളിയിൽ കൊണ്ടുവന്ന് അവരെ ഒന്ന് സേവിച്ചാൽ പോരാ. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ വ്യക്തിപരമായി എല്ലാ ദിവസവും അല്പനേരം ഒരു വീട്ടിലേക്ക് നിങ്ങൾ പോകണം. അമ്മ ചെയ്തതുപോലെ എലിസബത്ത് എന്ന് പറയുന്നത് നിന്റെ സഹായം അർഹിക്കുന്ന വ്യക്തിയുടെ പേരാണ്. അപ്പൊ എന്റെ ജീവിത വഴികളിൽ ഞാൻ സന്തോഷിക്കുമ്പോൾ, ആരോഗ്യമുള്ളപ്പോൾ അനാരോഗ്യത്തിലായിരിക്കുന്ന, തളർന്നു കിടക്കുന്ന, മനസ്സെത്തുന്നിടത്ത് ശരീരം എത്താൻ കഴിയാതെ വിഷമിക്കുന്ന, ആകുലപ്പെടുന്ന, ഒറ്റപ്പെടുന്ന അങ്ങനെയുള്ളവരിലേക്ക് നീ ഇറങ്ങി ചെല്ലുമ്പോൾ ഒരുപക്ഷെ ഈ എഴുതി വച്ചതിനപ്പുറം ജീവിക്കുന്ന സാക്ഷിയായിട്ട്, ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്ന ബലി നീ അർപ്പിക്കുന്നവരായി മാറും. അതിന് കഴിയട്ടെ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കൂട്ടായ്മയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ഇടവകാലത്തിൽ കഴിയുന്ന പാവപ്പെട്ട അല്ലെങ്കിൽ തളർന്നു പോയവർ, വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, അവരെയൊക്കെ നമ്മൾ ചേർത്ത് പിടിച്ച് അവരെങ്ങെത്തിയെങ്കിലും അവരെ നമ്മൾ ചെന്നെത്താൻ നമുക്ക് കഴിയട്ടെ. അങ്ങനെ നമ്മുടെ സാന്നിധ്യം വഴി പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം നമ്മുടെ നാടിനും നമ്മുടെ വീടിനും നമ്മുടെ പ്രദേശം മുഴുവനും അനുഗ്രഹമായി മാറട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണ്. ഫാദർ പോൾ മാടശ്ശേരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഫൊറോന പ്രസിഡന്റ് ഡെയ്സി ഫിലിപ്പ്, ഷീല പൗലോസ്, മേഴ്സി ജോസ്, ജെയ്ഡി സാംരാജ്, സിസ്റ്റർ ലിറ്റിൽ തെരേസ്, സിജി വർഗീസ്, സിസ്റ്റർ കിരൺ ജോസ്, ടോമി പള്ളിപ്പാടൻ, MC ഷൈജു, ജോയ് അവോക്കാരൻ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ അതിരൂപതയിൽ ഏറ്റവും അംഗങ്ങളുള്ള ഒരു സംഘടനയാണ് വിമൻ വെൽഫെയർ. ആ കൂട്ടായ്മ എല്ലാ ഇടവക തലത്തിൽ എല്ലായിടത്തും ശോഭിച്ച് പ്രശോഭിച്ച് നന്മയായി ഭവിക്കട്ടെ. GH ഹാഡി എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി, അതായത് ഗണിതശാസ്ത്ര പണ്ഡിതന്, അന്ധകാലത്ത് ഇങ്ങനെ ഈ കൊറിയർ അയക്കലൊന്നുമില്ല. നമ്മൾ ഇന്ത്യയിൽ നിന്ന് ദൂരങ്ങളിലേക്ക് അയക്കുമ്പോൾ മാസങ്ങൾ പിടിക്കും അവിടെ എത്താൻ. അങ്ങനെ ആ ലെറ്റർ അവിടെ എത്തുകയാണ്. GH ഹാഡി എന്ന ഗണിതശാസ്ത്രജ്ഞൻ വിചാരിച്ചു ആരോ എന്നെ ഇന്ത്യക്കാരൻ പറ്റിക്കുന്നതാണെന്ന്. മറ്റ് ഗണിതശാസ്ത്രജ്ഞന്മാരുമായിട്ട് ആലോചിച്ചു, ഇത് എന്താണ് ഈ വന്നിരിക്കുന്ന കത്ത്. നോക്കിയപ്പോൾ ഇന്ന് ഗണിതശാസ്ത്രത്തിൽ ഏറ്റവും ഉള്ള അമൂല്യമായ ഒരു അറിവായിരുന്നു അത്. ആരയച്ചു കൊടുത്തത്? ഇവിടെ നിന്നും ഇന്ത്യയിൽ നിന്നും അയച്ചു കൊടുത്തത് ശ്രീനിവാസ രാമാനുജൻ. അങ്ങനെ രാമാനുജനെ ഉടനെ തന്നെ ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ടേക്ക് വരുത്തിക്കുകയാണ്, ഇംഗ്ലണ്ടിലേക്ക്. കാരണം അവൻ്റെ അറിവുകൾ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നിപ്പം നമുക്ക് ഒരുപാട് ഒരു വിരൽത്തുമ്പിലിരുന്ന് നമുക്ക് എത്രമാത്രം പ്രബന്ധങ്ങളോ ലേഖനങ്ങളോ വീഡിയോകളോ ഒരുപാട് നല്ല നല്ല സന്ദേശം അയക്കുവാനും മണിക്കൂറുകൾക്കുള്ളിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ചെല്ലുവാനും എത്തപ്പെടുവാനുമുള്ള സൗകര്യവും സാഹചര്യവും ഉള്ള ഈ അവസരത്തിൽ നമ്മൾ ചിന്തിക്കുക, നമുക്കുള്ള അറിവുകൾ, നമുക്കുള്ള നന്മകൾ, നമുക്കുള്ള കഴിവുകളെല്ലാം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയോ സംഘടനയ്ക്ക് വേണ്ടിയോ നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടിയോ ചെയ്യുന്നുണ്ടോ എന്ന്. എല്ലാ ദിവസവും സന്ധ്യ പ്രാർത്ഥന സമയത്ത് അവൾ വീട്ടിൽ വിളക്ക് തെളിയിക്കുമായിരുന്നു. ഒരു ദിവസം അവളുടെ അയൽവാസി ചോദിച്ചു, ലിസ, നീ എന്തിനാണ് എല്ലാ ദിവസവും ഇങ്ങനെ വിളക്ക് തെളിയിക്കുന്നത്? നിന്റെ വീട്ടിൽ ലൈറ്റ് ഉണ്ടല്ലോ. പക്ഷെ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ വിളക്ക് തെളിയിക്കുന്നത് എൻ്റെ ദൈവത്തിൻ്റെ മുൻപിലാണ്.
പിന്നെ എപ്പോഴെങ്കിലും എൻ്റെ വീട്ടിലെ വെളിച്ചം മറ്റൊരാളുടെ ഇരുളിലും ചായും എന്നൊരു പ്രത്യാശയും എനിക്കുണ്ട്. കുറേ നാളുകൾ കഴിഞ്ഞു. അവരുടെ ഗ്രാമത്തിൽ വൈദ്യുതി ഇല്ലാതായ ഒരു രാത്രിയിൽ വഴിയേറ്റ കുട്ടികൾക്ക് വെളിച്ചമായത് ലിസയുടെ വീട്ടിലെ വെളിച്ചമായിരുന്നു. ഇത് കേട്ടറിഞ്ഞ ഗ്രാമവാസികൾ ഒന്നടങ്കം വിസ്മയപ്പെട്ടു എന്ന് പറഞ്ഞാണ് അമ്മയുടെ വിളക്ക് എന്ന കഥ അവസാനിക്കുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇടവക വികാരിയച്ചന്മാർ, ആനിമേറ്റർ സിസ്റ്റേഴ്സ്, ത്യാഗസന്നദ്ധരായ വനിതകളും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്ന സംഘടനയാണ് വിമൻ വെൽഫെയർ സർവീസസ്. അഭിവന്ദ്യ ജോസഫ് പാറേക്കാട്ടിൽ പിതാവ് 1964 സ്ത്രീകളെ പ്രബുദ്ധരാക്കുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ സംഘടനയ്ക്ക് രൂപം നൽകിയത്. തുടർന്ന് കലാവിരുന്ന്, ലക്കി വുമൺ, ലോഗോസ് ക്വിസ് എന്നിവയിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ നൽകി